എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വികസനമാണ് പിണറായി വിജയൻ സർക്കാർ ജില്ലയിൽ നടത്തുന്നതെന്ന് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഫിഷറീസ് വകുപ്പ് കുമ്പഴയിൽ നിർമ്മിക്കുന്ന മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാ മേഖലയെയും സ്പർശിക്കുന്ന വികസനമാണ് പിണറായി വിജയൻ സർക്കാർ പത്തനംതിട്ട ജില്ലയിൽ നടത്തുന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും മികച്ച സ്റ്റേഡിയം ഉൾപ്പെടെ പത്തനംതിട്ടയിലെ വികസനം ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ പ്രസ്താവന. ഫിഷറീസ് വകുപ്പ് കുമ്പഴയിൽ നിർമ്മിക്കുന്ന മത്സ്യ മാർക്കറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യ പരിപാലനത്തിനു വേണ്ടിയും മാലിന്യ വിമുക്തമായ മാർക്കറ്റ് എന്ന നിലയിലും ആളുകൾക്ക് ലോകോത്തര നിലവാരമുള്ള മാർക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കുക, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇന്നിപ്പോ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാർക്കറ്റുകളുടെ നവീകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാ മാർക്കറ്റുകളും നവീകരിക്കണമെന്നുള്ള സ്റ്റാൻഡാണ് സംസ്ഥാന ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. എല്ലാ മാർക്കറ്റുകളും നവീകരിക്കുകയും നിർമ്മിക്കുകയും ആധുനികവൽക്കരിക്കുകയും മാലിന്യമുക്തമാക്കുകയും ആരോഗ്യപരമായ ശുചിത്വം പാലിക്കുകയും ചെയ്യുക എന്ന നിലപാടിലേക്ക് നമ്മുടെ ഗവൺമെന്റ് ഇന്ന് മാറിയിട്ടുണ്ട്. കുമ്പഴയുടെ ചിരകാല സ്വപ്നമാണ് മത്സ്യ മാർക്കറ്റിലൂടെ പൂവണിയുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ മാർക്കറ്റിന്റെ ശിലാഫലകം അനാച്ഛാദനം മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു. തദ്ദേശ സ്ഥാപനം കൈമാറുന്ന കെട്ടിടമേറ്റെടുത്ത് മത്സ്യ മാർക്കറ്റുകൾ ഉൾപ്പെടെ നവീകരിക്കലാണ് ലക്ഷ്യം. സാങ്കേതിക തടസ്സം മൂലം തുടക്കത്തിൽ മന്ദഗതിയിലായ കുമ്പഴയിലെ പദ്ധതി പുതിയ ഭരണസമിതി നഗരസഭയിൽ അധികാരമേറ്റതോടെ ജീവൻ വെച്ചു. കിഫ്ബിയുടെ ധനസഹായത്തോടെ 2.27 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. 8 മാസത്തിനകം മാർക്കറ്റ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നത്. 369.5 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഇരുനില കെട്ടിടത്തിൽ 14 മത്സ്യവില്പന സ്റ്റാൾ, 8 കടമുറി, ഓഫീസ് മുറി, ഫ്രീസർ സൗകര്യം, ശുചിമുറികൾ എന്നിവയും ഉണ്ടാകും. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷർ, അംഗങ്ങൾ, രാഷ്ട്രീയ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.